വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെബ് ഹോസ്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് WHM Cpanel എന്നത്. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ചധികം വെബ്സൈറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ $32 പെർ മന്ത് ആണ് അപ് ടു 30 വെബ്സൈറ്റൊക്കെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് Cpanel ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഗോഡാഡി വഴിയൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് പ്ലാനിൽ ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കും. സ്റ്റിൽ നമ്മളൊരു VPS സെർവർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒരു അഡീഷണൽ കോസ്റ്റാണ്. സോ 30+ വെബ്സൈറ്റുകളൊക്കെ ഉള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ $48 പെർ മന്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ നമുക്ക് ഇതിനായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ വേണം അല്ലേ. അപ്പോൾ അത് Cpanel ഒരുപാട് ബെറ്റർ ആണെങ്കിലോ അവിടെയാണ് CyberPanel വരുന്നത്. ഓപ്പൺ ലൈറ്റ് സ്പീഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്പീഡിനും റിലയബിലിറ്റിക്കൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സെർവറാണ്. ഓപ്പൺ സോഴ്സാണ്, അതുകൊണ്ട് തന്നെ ഇതിനൊറ്റ കോസ്റ്റ് വരുന്നില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ലോങ് ടൈമിൽ നിങ്ങൾ കൺസിഡർ ചെയ്തെങ്കിൽ ഒരുപാട് എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളെല്ലാം സൂപ്പർ ഫാസ്റ്റാണ്. ഇത് ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഞാൻ ഇനിഷ്യലി കാണിച്ചു തരാം. അതിനുശേഷം ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിലേക്ക് ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ലോഡ് ചെയ്തു. പിന്നെ ഇതിനുള്ള യൂസർ ഇൻ്റർഫേസ് എല്ലാം യൂസർ ഫ്രണ്ട്ലി ആണ്. ഇതിലേക്കുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. യൂസേഴ്സ്, വെബ്സൈറ്റ്, പാക്കേജ്. Cpanel പോലെ തന്നെ പാക്കേജസ് ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും DNS മാനേജ് ചെയ്യാനും ഫയൽ മാനേജ് ചെയ്യാനും SSL മാനേജ് ചെയ്യാനും ഇമെയിൽ മാനേജ് ചെയ്യാനും ബാക്കപ്സ് മാനേജ് ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെക്യൂരിറ്റി ആണെങ്കിലും ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ന്യൂ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് പോവുക, ന്യൂ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, എക്സിസ്റ്റിംഗ് മോഡിഫൈ ചെയ്യാം. ഡാറ്റാബേസിലാണെങ്കിലും PHP admin ആണെങ്കിലും നമുക്ക് ഇതുവഴി ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരൊറ്റ ക്ലിക്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇമെയിൽസ് മാനേജ് ചെയ്യാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതിൽ നോർമലായിട്ട് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സ് അതിലുണ്ട്. പിന്നെ കുറച്ചുകൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടി വരുന്നത് വെബ് ടെർമിനൽ, ക്ലൗഡ് ലിനക്സ്, ഇപ്പോൾ ഡോക്കർ മാനേജ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്കറൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ആണെങ്കിൽ ഡോക്കറൊക്കെ ഓട്ടോമാറ്റിക് ഇത് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങളോട് വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം അതൊക്കെ ഇഗ്നോർ ചെയ്യാം. ഹൈ ട്രാഫിക് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റുകൾക്ക് പറ്റിയ സൊല്യൂഷനാണ് CyberPanel എന്നുള്ളത്. Cpanel കമ്പാരിറ്റീവ്ലി ഹൈ ട്രാഫിക് മാനേജ് ചെയ്യാനും ഹൈ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റിയ സൊല്യൂഷനാണ് CyberPanel. ഇനി നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, സെറ്റപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. സെർവർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റിന് US ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ളൊരു സെർവർ ചൂസ് ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്ക് വഴി ഇത്രയും ദൂരത്തേക്ക് റെൻഡർ ചെയ്യാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ വെബ്സൈറ്റ് നോർമലി സ്ലോ ആയിരിക്കും. അതിന് പകരം ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഡാറ്റാ സെൻറ്റർ ചൂസ് ചെയ്യുക. സൂപ്പർ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സെർവർ കമ്പനി Digitalocean.com ആണ്. മുന്നത്തെ ഒരു വീഡിയോയിൽ Digitalocean.com നമ്മളൊരു CentOS സെർവർ ഡിപ്ലോയ് ചെയ്ത് അതിൽ WHM Cpanel ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ Digitalocean.com ഇതുവരെ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്കാണ്. അതുവഴി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ Digitalocean.com രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $100 ഫ്രീ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. 2 monthsലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി സൈനപ്പ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം നമുക്കിനി ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡിജിറ്റലോഷനിൽ VPS സെർവറിന് കോൾ ചെയ്യുന്നൊരു പേരാണ് ഡ്രോപ്ലെറ്റ്സ്. നമ്മളത് ക്ലിക്ക് ചെയ്തു. WHM Cpanel സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടം സെലക്ട് ചെയ്ത് CentOS എന്ന് പറഞ്ഞ സെർവറാണ്. പക്ഷേ ഈ വട്ടം നമ്മൾ WHM Cpanel അല്ല വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മാനുവലി ഇത് ഇൻസ്റ്റാൾ ചെയ്യെങ്കിൽ മറ്റൊരു സെർവർ പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾ നോർമലി CentOS ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ കമാൻഡ് ലൈൻ വഴി നോർമലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഡിജിറ്റലോഷനിൽ പക്ഷേ ഇതെല്ലാം എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മാർക്കറ്റ് പ്ലേസിലേക്ക് പോവാം. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം CyberPanel എന്ന് സെർച്ച് ചെയ്യുക. CyberPanel ആണ് Cpanel WHMന് പകരം നമ്മൾ ഈ ഒരു സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. Cpanel പോലെ നമുക്ക് ഇതിന് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഇതിനുള്ള അവൈലബിൾ ആണ്. സൂപ്പർ ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ അട്രാക്ഷൻ. നമുക്കത് ഉപയോഗിക്കാം. CyberPanel സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ, തൽക്കാലം ഞാനൊരു 2 GB പ്ലാൻ എടുക്കാം. നമുക്ക് ആ 2 GB പ്ലാനിൽ പോലും എത്ര ഫാസ്റ്റായിട്ട് ലോഡ് നമുക്ക് നോക്കാം. 2 GB. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റാ സെൻറ്ററാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ബാംഗ്ലൂർ ചൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പാസ്വേഡ് സെറ്റപ്പ് ചെയ്യാം. ഞാനൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനൊരു സെർവറിന് ഒരു നെയിം ചെയ്യാണ്. server.learnwithsibin.com. learnwithsibin.com എന്നൊരു ഡൊമൈൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ സെർവറിന് ഞാൻ നെയിം ചെയ്തു.
ബാക്കപ്സ് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ആണ്. പിന്നീടാണെങ്കിലും വന്ന് എനേബിൾ ചെയ്താൽ മതി. ഇപ്പോൾ 20% ഓഫ് ദ സെർവർ കോസ്റ്റ് വരും. ക്രിയേറ്റ് ഡ്രോപ്ലെറ്റ് ക്ലിക്ക് ചെയ്യണം. ഏകദേശം 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ സെർവർ ഡിപ്ലോയ് ആയി കഴിഞ്ഞു. ഇപ്പം നമുക്കിനി IP ഇവിടെ കാണാൻ പറ്റും. ഇനി IP കോപ്പി ചെയ്ത് സെർവറിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. കമാൻഡ് ലൈൻ വഴി SSHലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ടെർമിനൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ടെർമിനലിൽ നമുക്ക് കമാൻഡ് ചെയ്യാം SSH @IP. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആവണം. ട്രസ്റ്റഡ് സോഴ്സ് ആയിട്ട് VS അടിച്ചു. ഇനി നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാം. പാസ്വേഡ് സേവ് ചെയ്തു. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം CyberPanelൻ്റെ ലോഗിൻ URL വന്നിട്ടുണ്ട്. PHP MyAdmin ഡാറ്റാബേസിലേക്കുള്ള ലോഗിൻ വന്നിട്ടുണ്ട്. റെയിൻ ലൂപ്പ് നമുക്ക് എന്തായാലും നോക്കണ്ട. CyberPanelലും PHP adminൻ്റെയും ഡാറ്റാബേസിലേക്കുള്ള URL നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു നോട്ട് പാഡിൽ അത് സേവ് ചെയ്യാണ്. ഫസ്റ്റ് ടൈം കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യുമ്പോൾ CyberPanel അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ അതൊരു അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു കമാൻഡ് ചോദിക്കും. നമുക്ക് നോർമലി യെസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതൊരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്യാൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഡൊമൈൻ ഈ ഒരു സെർവറിലേക്ക് പോയിൻ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡിജിറ്റലോഷനിലേക്ക് പോകാം. നമുക്ക് IP കോപ്പി ചെയ്യാം. എന്നിട്ട് ഗോഡാഡിയിലാണ് ഞാൻ ഈ ഡൊമൈൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോഡാഡി മൈ പ്രൊഡക്ട്സിലേക്ക് പോവാണ്. ഗോഡാഡി ഡാഷ്ബോർഡിൽ ചെന്നതിന് ശേഷം ഡൊമൈൻസിൻ്റെ DNSലേക്ക് ചെല്ലാം. Digitalocean.com. എന്നിട്ട് ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഗോഡാഡിയുടെ DNS ആണ്, നെയിം സെർവർ അല്ല. സോ ഗോഡാഡി DNSൽ റെക്കോർഡ് ഞാൻ മറ്റൊരു സെർവറിലേക്കാണ് ഇപ്പോൾ ഇത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഡിഫോൾട്ടായിട്ട് ഗോഡാഡി നമ്മൾ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ പാർക്ക്ഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഡിജിറ്റലോഷനിൽ നിന്ന് കോപ്പി ചെയ്ത ഈ ഒരു സെർവറിൻ്റെ IP നമ്മളവിടെ പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. ഗോഡാഡിയിൽ DNS അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഇവിടെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യം, നെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റും യു ക്യാൻ ഗെറ്റ് ദ CyberPanel അഡ്മിൻ പാസ്വേഡ് വിത്ത് ദ ഫോളോയിങ് കമാൻഡ്. ഈ ഒരു കമാൻഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CyberPanelലെ ഈ URL വഴി ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, എൻ്റർ ചെയ്യുക. നമുക്കിവിടെ കാണാൻ പറ്റും അഡ്മിൻ പാസ്സായിട്ടൊരു പാസ്വേഡ് വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. ഇനി അതുപോലെ വീണ്ടും ടെർമിനലെടുത്ത് ഡാറ്റാബേസിൻ്റെ പാസ്വേഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യുക, അത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിനി റൂട്ടിൻ്റെ പാസ്വേഡും ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്തിരിക്കുന്നൊരു MySQL പാസ്വേഡ് നമുക്ക് കോപ്പി ചെയ്യാം. അതും ജസ്റ്റ് നമുക്ക് സേവ് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് CyberPanel URL ഉണ്ട്. അത് നോർമലി നമ്മുടെ IP:8090 എന്ന പോർട്ട് വഴിയാണ് അത് ലോഗിൻ ചെയ്യുന്നത്. എന്നിട്ടത് കോപ്പി ചെയ്യാം. ഇതിൽ സെക്യൂർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട് മേ ബി ഇങ്ങനെ ഒരു വാർണിംഗ് ചോദിക്കാം. ആ സമയത്ത് ഷോർട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യുക. ഇതാണ് CyberPanelൻ്റെ ലോഗിൻ സ്ക്രീൻ. നിങ്ങൾ കാണാം CyberPanel വേർഷൻ 2.1 ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഡിഫോൾട്ട് യൂസർ നെയിം എന്നുള്ളത് അഡ്മിൻ എന്നായിരിക്കും. ഇനി പാസ്വേഡ് എന്നുള്ളത് കമാൻഡ് ലൈനിൽ നമ്മളിപ്പോൾ സേവ് ചെയ്തെടുത്ത നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അഡ്മിൻ പാസ്വേഡാണ്. അത് കോപ്പി ചെയ്തിട്ട് അതുപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. ഇതാണ് CyberPanel ഡാഷ്ബോർഡ്. അപ്പോൾ ഇതിന് നമുക്കിനി ആദ്യമായിട്ട് നേരെ വെബ്സൈറ്റിലേക്ക് പോകാം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. പാക്കേജിൽ നമുക്ക് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റിൽ നമ്മൾ ഡിഫോൾട്ട് പാക്കേജ് ചൂസ് ചെയ്യുന്നു. ഡൊമൈൻ നെയിം നമ്മുടെ ഗോഡാഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള learnwithsibin.com. ഇമെയിൽ നമ്മൾ learnwithsibin@gmail.com ഉപയോഗിക്കുന്നു. PHP വെർഷൻ നമ്മൾ WordPress ഹോസ്റ്റ് ചെയ്യാൻ തൽക്കാലം PHP 7.4 ഉപയോഗിക്കുന്നു. CyberPanelൽ PHP 8 വരെ അവൈലബിൾ ആണ്. തൽക്കാലം PHP 7.4 ഉപയോഗിക്കുന്നു. SSL എനേബിൾ ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ SSL സിസ്റ്റം ഫ്രീ SSL നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. SSL ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് വെബ്സൈറ്റ് ചെയ്യുന്നു. ഇതൊരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കാം. അപ്പോഴേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. CyberPanel ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിഫോൾട്ട് ലാൻഡിങ് HTML പേജാണ്. അങ്ങനെ നമ്മൾ CyberPanel ഇൻസ്റ്റാൾ ചെയ്തു. അതിലൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തു. learnwithsibin.com നമ്മൾ ഉപയോഗിച്ച് ഡൊമൈൻ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ ലാൻഡിങ് പേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമലായിട്ടുള്ളൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് അൺലിമിറ്റഡ് വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്യാം. വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളില്ല. ഈച്ച് വെബ്സൈറ്റും സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യും.
ഇനി നിങ്ങൾക്ക് Cpanel കോസ്റ്റ് ഒന്നും ഇല്ലാതെ അൺലിമിറ്റഡ് വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാം. അതെല്ലാം സൂപ്പർ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് ഹോസ്റ്റ് ചെയ്യാൻ സെറ്റപ്പ് ചെയ്യാൻ എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.